അവനാത്മാവെ അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, വസിക്ക. സ്നേഹമുള്ളവരെ, ഈ അടുത്ത് മക്കളില്ലാതെ 10-14 വർഷങ്ങളായി മുന്നോട്ട് പോകുന്ന ചികിത്സയിലൂടെ നാട്ടുവൈദ്യം, വിദഗ്ധ ഡോക്ടർമാരുടെ ചികിത്സ, ലക്ഷങ്ങളൊക്കെ കളഞ്ഞ് ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്ന ദമ്പതികളെ കണ്ടു. അവരുടെ വലിയ പ്രശ്നം സമൂഹത്തെ എങ്ങനെ നേരിടും എന്നുള്ളതാണ്. ആഘോഷവേളകളിൽ കുഞ്ഞുങ്ങളുള്ളവർ, പ്രായമേറിയവരുടെയൊക്കെ ഒരു കൗതുകമാണ് ഈ മക്കളില്ലാത്ത ദമ്പതികളെ കാണുമ്പോൾ, അന്നമ്മേ കുഞ്ഞുങ്ങളായിട്ടില്ല അല്ലേ? എന്നിട്ട് താഴെ കണ്ടൊരു വാചകം കൂടി ഫിറ്റ് ചെയ്യും, പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ, വേഗം കുഞ്ഞുങ്ങളുണ്ടാവട്ടെ. സത്യത്തിൽ കുഞ്ഞുങ്ങളുണ്ടെന്ന് വരികിൽ കയ്യിലോ തോളിലോ ആ സ്ത്രീയുടെ കയ്യിൽ കാണുന്നത് അറിയാതെ, എന്നാൽ വലിയ പ്രകടനമില്ലാതെ മറ്റൊരുവൻ്റെ കുറവിനെ അകത്ത് ആഘോഷിക്കുന്ന ചില ശൈലികൾ സൂക്ഷിക്കുന്ന ആളുകളുണ്ട്. സമൂഹത്തിൽ ഈ വിഷപ്പാമ്പുകൾ ഏറെയുണ്ട്. വല്ല വിധേനയും രക്ഷപ്പെടാൻ വേണ്ടി ഇഴഞ്ഞാണ് നീങ്ങുന്നതെങ്കിലും ചിലരുടെ വരവും നോട്ടവും ചില വാക്കുകളും കേട്ട് കഴിഞ്ഞാൽ ഇനി ജീവിക്കണ്ട എന്ന് തോന്നുന്ന മനസ്സ് രൂപപ്പെടും. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ, നമ്മുടെ സമീപനങ്ങൾ, നമ്മുടെ ഔദാര്യപൂർണമായ ദാനങ്ങളെല്ലാം ഇഴഞ്ഞും ഉടഞ്ഞും തകർന്നും കിടക്കുന്നവർ എഴുന്നേൽക്കാൻ യെശയ്യാ 40:31 പറയുന്ന പോലെ, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ കഴുകനെ പോലെ ചിറകടിച്ചുയരും, അവൻ വീണ്ടും ശക്തി പ്രാപിക്കും, അവർ ഓടിയാൽ ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല എന്ന് പറയുന്ന ആ ഒരു പുതുശക്തി ലഭിക്കുന്ന വാക്കുകൾ, മനോഭാവങ്ങൾ, ഹൃദയ രൂപങ്ങൾ നമ്മിൽ നിന്ന് വെളിപ്പെടാനിടയായാൽ അത് അനേകം മൃതരായവർ ജീവിക്കാനിടയാകും. മരിച്ചു കഴിഞ്ഞു എന്ന് കരുതുന്നവർ പുതുജീവനോടുകൂടി ഉയർത്തെഴുന്നേൽക്കിടയാക്കും. അതുകൊണ്ട് വാക്കുകൾ ജീവനുള്ളതും അന്തസ്സുള്ളതും മറ്റുള്ളവരെ ജീവിക്കാനും പറക്കാനും ഉതകുന്നതുമായ അഗ്നിയുള്ളതായി തീരട്ടെ. ഹല്ലേലൂയ, ആവേ മരിയ, ആമേൻ.